സ്ഥാനങ്ങളിരുന്നാണ് Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. കർത്താവിന്റെ പരിശുദ്ധമായ നാമം പകൽക്കാലം വാഴ്ത്തപ്പെടുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ലൊരു സമയം കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനുമായി സ്വർഗം നമ്മുടെ ജീവിതത്തിൽ ദാനം ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യേ നമ്മുടെ ക്ഷണം സ്വീകരിച്ച അതിഥിയായി മസ്കറ്റിൽ നിന്നും ഈ ദേശത്തെ ഉണർവിനോടുള്ള ബന്ധത്തിൽ ക്രമീകരിച്ചതായ ഈ മീറ്റിംഗിൽ തിരുവചന ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വിശുദ്ധദാസൻ അവരുടെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ പ്രദീപ് ഭാഷ കർത്താവിന് മറ്റു ദാസന്മാർ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ വേഗത്തിൽ നാം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അല്പം വൈകിയാണ് നമ്മുടെ മീറ്റിംഗ് ആരംഭിച്ചത്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിൽ പെന്തക്കോസ്തുകാരെ കുറിച്ച് സാധാരണ സമുദായക്കാർ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു കറിച്ചട്ടി മേടിക്കാൻ പോലും ഒരു പെരുന്നാളില്ലാത്ത കൂട്ടരായി വരുന്നത് അല്ലേ? നമ്മുടെ നാട്ടിൽ പെരുന്നാളുകൾക്കാണ് മൺചട്ടി വാങ്ങിക്കുന്നത് അല്ലേ? നിങ്ങൾക്കറിയാമോ ഈ മൺചട്ടി നമ്മൾ വാങ്ങിക്കുമ്പോൾ എങ്ങനെയാ വാങ്ങിക്കാറ്? ഒന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ അതെന്ത് ചെയ്യും? തട്ടി നോക്കും. എന്തിനാ തട്ടി നോക്കുന്നേ? അതിന്റെ ശബ്ദത്തിൽ നിന്ന് തിരിച്ചറിയുവാൻ കഴിയും ചൂളയിൽ ഇത് നന്നായി വെന്ത് പുറത്തു വന്നതാണോ എന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തിന്റെ സ്തോത്രം കേട്ടാൽ അറിയണം. ഹല്ലേലൂയ. സ്തോത്രം കേട്ടാൽ അറിയണം. ശോധനയുടെ നടുവിൽ, തീച്ചൂളകൾക്ക് നടുവിൽ വെന്ത നല്ല തീക്ഷ്ണതയോടുകൂടെ പെർഫെക്റ്റ് ആയിട്ട് പുറത്തു വന്നവരാണ് നാം എല്ലാവരും. അതുകൊണ്ട് ചതഞ്ഞ സ്തോത്രം വിട്ടേക്കണം. ഹല്ലേലൂയ. ഈ മൺചട്ടിയുടെ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടെങ്കിൽ അമ്മച്ചിമാര് പറയും, മോനെ അത് എടുക്കണ്ടെന്ന് പറയും. കർത്താവ് നമ്മെ നോക്കി അങ്ങനെയൊന്നും പറയില്ലേ കേട്ടോ. നമ്മുടെ സ്തോത്രവും സ്തുതിയും കേട്ട് അയ്യോ ഇതെന്തൊരു സ്തോത്രമാണെന്ന് കർത്താവ് പറയാനിടയാണ്. അതുകൊണ്ട് ഉച്ചത്തിൽ ഹല്ലേലൂയ. ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചങ്കിലെ ചോര ഊറ്റി തന്നവന് വേണ്ടി ചങ്ക് പട്ടിയല്ല എനിക്ക് പറയണം. അതുകൊണ്ട് വളരെ തീഷ്ണതയോടുകൂടെ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ നമുക്ക് ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ അവസരം നൽകിയ ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ രജിത് ഉയർവകൾക്കും പ്രത്യേകാൽ ഞാൻ നന്ദിയെയും വന്ദനത്തെയും അറിയിക്കുന്നു. വായിച്ചതായ സങ്കീർത്തനം 150 സങ്കീർത്തനമാണ്. 150 സങ്കീർത്തനം 3 ഭാഗങ്ങളായിട്ട് നമുക്ക് ഈ സങ്കീർത്തനത്തെ ചിന്തിക്കുവാൻ കഴിയും. സങ്കീർത്തനങ്ങൾ തിരുവചനത്തിന് ഏറ്റവും പ്രാധാന്യമേറിയ ഒന്നാണ്. പല കാലഘട്ടങ്ങളിൽ സങ്കീർത്തനം ആരാധനയിൽ വേണോ എന്ന് പോലും ചോദ്യശരങ്ങൾ ഉയർത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അവർ ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ സങ്കീർത്തനം അവർ പാടുന്നവരായിരുന്നു. ഹല്ലേലൂയ. ഒന്നാമത്തെ ദിവസം പാടുവാൻ അവർക്കൊരു സങ്കീർത്തനം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം പാടുവാൻ അവർക്കൊരു സങ്കീർത്തനം ഉണ്ടായിരുന്നു. അങ്ങനെ ആഴ്ചയിൽ 7 ദിവസവും അവർ ആലയത്തിൽ ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ അവർ പാടിക്കൊണ്ടിരുന്ന സങ്കീർത്തനങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതെല്ലാം എടുത്തു പറയുവാൻ ഇന്ന് സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ പറയുന്നു, സങ്കീർത്തനത്തിന് ആരാധനയിൽ ഏറ്റവും പ്രാധാന്യമുള്ള വചനങ്ങളാണ്. ആമേൻ. ഹല്ലേലൂയ. ഓരോ സങ്കീർത്തനവും നാം പഠിക്കുമ്പോൾ
180 സങ്കീർത്തനങ്ങളെ 5 വാല്യങ്ങളായി 5 പുസ്തകങ്ങളായിട്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓരോ സങ്കീർത്തനത്തിൽ അല്ലെങ്കിൽ ഓരോ പുസ്തകത്തിന്റെയും അവസാന വാക്യം, അതായത് ഒന്നാമത്തെ വാല്യം എന്ന് പറയുന്നത് 1-ാം സങ്കീർത്തനം തൊട്ട് 41-ാമത്തെ സങ്കീർത്തനം വരെയാണ് ഒന്നാമത്തെ പുസ്തകം. അത് അവസാനിക്കുന്ന വാക്യം യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. രണ്ടാമത്തെ വാല്യം 42 തൊട്ട് 72 വരെ 2-ാം പുസ്തകം, അതും അവസാന അധ്യായത്തിന്റെ അവസാന വാക്യം യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. 73 തൊട്ട് 89 വരെ, 90 തൊട്ട് 106 വരെ, ഈ 4 ഭാഗങ്ങളും അവസാനിക്കുന്ന അധ്യായത്തിന്റെ അവസാന വാക്യം യഹോവയെ സ്തുതിപ്പീൻ. ഇന്ന് പകൽ നാം ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മെ വീണ്ടെടുത്തവനായ, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവനായ, നമുക്ക് വേണ്ടി മരണമേറ്റുവാങ്ങിയവനായ, നമുക്ക് വേണ്ടി അടികളേറ്റുവാങ്ങിയവനായ അവനെ ആരാധിപ്പാനാണ്, അവന് സ്തോത്രം കരേറ്റുവാനാണ്. 5-ാമത്തെ വാല്യം തുടങ്ങുന്നതേ യഹോവയെ സ്തുതിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി 180ലേക്ക് വരുമ്പോൾ അതിനകത്ത് എല്ലാ വാക്യങ്ങളും യഹോവയെ സ്തുതിപ്പീൻ. ബാലന്മാർക്ക് അവിടെ ഒഴിവ് കഴിവില്ല, വൃദ്ധന്മാർക്ക് അവിടെ ഒഴിവ് കഴിവില്ല, ശരീരം ക്ഷീണിച്ചവർക്കോ മനസ്സ് തളർന്നവർക്കോ ശോധനയുടെ തീച്ചുവരുടെ കടന്നു പോകുന്നത് ഒന്നും ദൈവത്തെ സ്തുതിക്കാതിരിക്കാനുള്ള കാരണങ്ങളല്ല. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവം നിനക്ക് ആയുസ് തന്നതാ, ദൈവം നിനക്ക് ആരോഗ്യം തന്നതാ, ദൈവം നിനക്ക് ബലം തന്നതാ, ദൈവം നിനക്ക് തലമുറകളെ തന്നതാ, ദൈവം നിനക്ക് നല്ലൊരു ജോലി നൽകിയത്, ദൈവം നിനക്ക് വിദ്യാഭ്യാസം നൽകിയത്, നീ പ്രതീക്ഷിക്കാത്തിടത്ത് നിന്നെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ദൈവത്തിന് ആരാധന കൊടുക്കുവാനാണ്. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞുവല്ലോ, 3 ഭാഗങ്ങളായിട്ട് നമുക്ക് ഈ സങ്കീർത്തനത്തെ ചിന്തിക്കുവാൻ കഴിയും. ഒന്നാമത്തെ ഭാഗം തന്നെയാണ് 150-ാം സങ്കീർത്തനത്തിന്റെ പ്രത്യേകത. എന്താണ്? എല്ലാ വാക്യങ്ങളും യഹോവയെ സ്തുതിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം തുടങ്ങുന്നത്. ഒന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 180-ാം സങ്കീർത്തനം. നോക്കുക, യഹോവയെ സ്തുതിപ്പിൻ. എവിടെയെല്ലാമാണ് സ്തുതിക്കേണ്ടത്? വിശുദ്ധ മന്ദിരത്തിൽ ദൈവത്തെ നാം സ്തുതിക്കണം. 2, ആകാശവിധാനത്തിൽ, അഥവാ നമുക്ക് സ്വർഗത്തോട് മുഖിച്ചുകൊണ്ട് വേണമെങ്കിൽ ചിന്തിക്കാം. ഇന്ന് പകൽക്കാലം നാം യഹോവയാൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധ മന്ദിരമായി ഈ ആലയത്തിനകത്ത് കൂടി വന്നിരിക്കുമ്പോൾ, മന്ദിരത്തിൽ വരുമ്പോൾ, ആലയത്തിൽ വരുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. സ്വർഗത്തിലേക്കൊന്ന് നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാഴ്ചയുണ്ട്. കെരൂബുകൾ സദാസമയവും ആരാധിക്കുന്ന, നാം ഇന്ന് പാടിയതുപോലെ പരിശുദ്ധൻ 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 എന്ന നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് സ്വർഗത്തിൽ കാണുവാൻ കഴിയുന്നത്. അവിടെ ഇടവേളകളില്ല, അവിടെ ഡ്യൂട്ടിയില്ല, അവിടെ ക്ഷീണമില്ല, അവിടെ ബ്രേക്ക് ഇല്ല, അവിടെ നിരന്തരം ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവമാണ്. ചിലര് ചോദിക്കുന്നത് ബോറല്ലേ? സ്വർഗത്തിൽ പോയാൽ എന്ത് ചെയ്യും അവൻ? ബോറടിക്കുന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം 24 മണിക്കൂറും ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, പാടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഞാൻ ചോദിക്കട്ടെ, നാം എടുക്കുന്ന നമ്മുടെ ജീവൻ നിലനിർത്തിയിരിക്കുന്ന ശ്വാസോച്ഛ്വാസം, അയ്യോ എന്തിനായി എപ്പോഴും എടുക്കുന്നത്? അരമണിക്കൂർ നേരത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ശ്വാസം എടുക്കുന്നില്ല എന്ന് തീരുമാനിക്കാൻ അതേ പ്രാഗൽഭ്യമുള്ള ആരെങ്കിലും ഇവിടെയുണ്ടോ? വേണ്ട, 10 മിനിറ്റ് നേരത്തേക്ക് എന്റെ ശ്വാസോച്ഛ്വാസത്തിന് ഞാൻ വിശ്രമം കൊടുക്കുവാണെന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഇവിടെയുണ്ടോ? ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ജീവശ്വാസം എന്റെയും നിങ്ങളുടെയും മേൽ ഊതിയത് തന്നെ അവനെ സ്തുതിക്കുവാനാണ്. ഹല്ലേലൂയ. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അടുത്തത് സ്തോത്രം. 2-ാമത്
സംഗീതവും സംഗീത ഉപകരണങ്ങളും. ഹല്ലേലൂയ. ഞാൻ പലരുടെയും അഭിപ്രായം കേട്ടിട്ടുണ്ട്. സംഗീത ഉപകരണങ്ങൾ പലർക്കും ഇഷ്ടമല്ലാത്തത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സങ്കീർത്തനത്തിൽ 3 മുതൽ 5 വരെ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഏകദേശം 7 ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഓടിച്ചു പറയാം. 1 കാഹളം, 2 വീണ, 3 തപ്പ്, 4 കിന്നരം, 5 തന്ത്രിനാദം, 6 കുഴൽ, 7 കൈത്താളം. ഹല്ലേലൂയ. ഓരോന്നും വിശദീകരിച്ച് പറയുവാൻ എന്റെ മുന്നിൽ സമയമില്ല. അതിന്റെ പുതിയ വേർഷനാണ് ഇന്നത്തെ കീബോർഡും ഇന്നത്തെ ഗിറ്റാറും ഇന്നത്തെ ട്രംപറ്റും ഒക്കെ അതിന്റെ പുതിയ വേർഷനാ. ഹല്ലേലൂയ. അന്ന് ഇത് ഉപയോഗിച്ചവർ ദൈവത്തെ സ്തുതിച്ചിരുന്നെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതിനെ കുറിച്ചൊക്കെ വിശദീകരിക്കാൻ ഒത്തിരിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകർക്കാതെ ഓടിച്ചു പറയാം, അന്ന് ഇത് ആരാധനയിൽ ഉപയോഗിച്ചെങ്കിൽ ഇന്നും നമുക്കത് ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവത്തിന്റെ വചനം അധികാരം നൽകുന്നുണ്ട്. ഹല്ലേലൂയ. സംഗീതവും സംഗീത ഉപകരണങ്ങളും. നമുക്കറിയാം സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല പാട്ടുകൾ അല്ലേ? ഭക്തന്മാരുടെ ജീവിത അനുഭവങ്ങളിൽ അവർ ദൈവസന്നിധിയിൽ അവരെ തന്നെ താഴ്ത്തുകയും അവരുടെ ബലഹീനതകളിൽ അവരുടെ കഷ്ടതയിൽ അവർ ദൈവത്തെ ആശ്രയമാക്കുകയും ചെയ്തപ്പോൾ അവരുടെ മനസ്സിനെ അവരുടെ ഹൃദയത്തെ ഉറപ്പിക്കുവാൻ ദൈവം കൊടുത്ത പാട്ടുകളാണ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും കർത്താവദാസൻ പറഞ്ഞതുപോലെ ഈ 1-ാം സങ്കീർത്തനം നടുക്കുകൊണ്ട് വെച്ചതിനൊക്കെ ഉദ്ദേശമുണ്ടെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വായന പലപ്പോഴും ഇങ്ങനെയാണ്. സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മസ്കറ്റിൽ ഇറങ്ങി 13-ാമത്തെ ദിവസം വിശുദ്ധ വേദപുസ്തകം മുഴുവനും വായിച്ചു തീർക്കുവാൻ കർത്താവദാസൻ ദൈവം കൃപ കൊടുത്തെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി ഞാൻ എക്സൈറ്റഡ് ആയിപ്പോയി. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവദാസൻ പറഞ്ഞ 13 വർഷമായിട്ടും വായിച്ചു തീർക്കാത്ത ആൾക്കാരുണ്ട്. നമ്മുടെ വായന ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഹല്ലേലൂയ. നമ്മളെന്താ ഓടിച്ചെന്ന് പ്രശ്നം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ എന്ത് ചെയ്യും? ഓടിച്ചെന്ന് പുസ്തകം തുറക്കും, കിട്ടുന്നത് ആദ്യം വായിക്കും. ഹല്ലേലൂയ. അങ്ങനെ വായിച്ച പദത്തിൽ പോയ ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ക്രമാഗതമായിട്ട് എന്ത് വേണം? ദൈവവചനം വായിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതനുസരിച്ച് ഓർഡർ അനുസരിച്ച് നാം വായിക്കുന്നവരായിരിക്കണം. റെക്കോർഡ് പുറകോട്ട് വായിക്കുന്ന ആൾക്കാരെ കൊണ്ട് വെളിപ്പാട് തൊട്ട് ഉൽപ്പത്തിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അതൊന്നുമല്ല അതിന്റെ രീതികൾ. ഹല്ലേലൂയ. പോകട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സംഗീതത്തിന് ആരാധനയിൽ പ്രാധാന്യമുണ്ട്. സംഗീത ഉപകരണങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നോക്കുക, അവസാനത്തെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. കൈത്താളം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഒരിക്കലും കൊണ്ടുവരാതിരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഹല്ലേലൂയ. കീബോർഡ് വേണമെങ്കിൽ വണ്ടി സ്ഥലമില്ലെന്ന് പറഞ്ഞ് കൊണ്ടുവരാതിരിക്കാം അല്ലേ? ഗിത്താർ വേണമെങ്കിൽ മടക്കി വെക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞ് കൊണ്ടുവരാതിരിക്കാം, മാറ്റി വെക്കാം, ഒഴിവാക്കാം. സ്ഥലമില്ലാത്തത് കൊണ്ട് പലതിനെയും നമുക്ക് എന്ത് ചെയ്യാം? സൈഡിലേക്ക് മാറ്റാം. പക്ഷേ നിങ്ങളുടെ കൈകളെ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് കൊണ്ടുവരാൻ പറ്റുമോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കൈയടിക്കാത്തവരോട് ദൈവാത്മാവിന്റെ ഒരു ദൂതാകട്ടോ. ഹല്ലേലൂയ. നീ കൈയടിച്ച് വേണം ദൈവത്തെ ആരാധിപ്പാൻ. കൈത്താളത്തോടുകൂടി വേണം ദൈവത്തെ ആരാധിക്കുവാൻ. സ്തോത്രം. ഇനി കൈകൾ അടിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലും നിന്റെ ഹൃദയത്തിനൊരു തുടിപ്പുണ്ടാകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം അവൻ ആ ഒടിഞ്ഞ കയ്യൊക്കെ വെച്ച് അവന് ഭയങ്കര ആഗ്രഹമാണ്. കാരണം ആ ഫ്രീഗൺ ബാഗൊന്നും ശരിക്കും അടിച്ചിട്ടില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം അവൻ അവിടെ ഇരുന്ന് അടിക്കുന്ന കാഴ്ചയൊക്കെ ഞാൻ കണ്ട്. ഞങ്ങളോട് ചോദിച്ചു, പോലെ ഹല്ലേലൂയ, ആരോഗ്യം ഉണ്ടായിരുന്നപ്പോ ഇതങ്ങ് സ്വത്രം. ഹല്ലേലൂയ. എന്റെ ഒരു കസിൻ ഹൈദരാബാദിൽ, ഞാൻ ആ സമയത്ത് കടന്നു പോകുന്ന ചില വിഷയങ്ങളിനകത്ത് മിക്കവാറും ഉപവാസവും പ്രാർത്ഥനയും കണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നെ കളിയാൻ, വിശ്വാസിയാണ്, അദ്ദേഹം പറയും, എന്തിനാ ബ്രദറെ, എന്തിനാ ഇങ്ങനെ എപ്പോഴും ഉപവസിക്കുന്നത്, എന്തിനാ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നേ? സ്തോത്രം. ഞാൻ പറഞ്ഞു, അത് അനുഭവത്തിൽ ദൈവം വരുമ്പോൾ മനസ്സിലാകും അതിന്റെ വില എന്താണെന്ന്. എനിക്കിപ്പോ ഇത് ആവശ്യമാണ്. ഹല്ലേലൂയ. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ആ സ്ഥലം നമ്മുടെ ഏകദേശം 25 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ നിന്ന് എനിക്കൊരു കോൾ വന്ന്, തയ്യും പെട്ടെന്ന് ഓടി വരണം. ചോദിച്ചു, വിഷയം എന്താ? സാബു അലൂമിനിയം ഫാബ്രിക്കേഷന്റെ വർക്ക് ചെയ്തിരുന്ന വ്യക്തി ഒരു ആക്സോ ബ്ലേഡ് ഒരു സ്റ്റൂളിൽ ഒരു പീസ് വെച്ച് അകത്തുകൊണ്ടിരിക്കുമ്പോൾ ആക്സോ ബ്ലേഡ് താഴേക്ക് വീണത്. ഒന്ന് എടുക്കാൻ കുരിഞ്ഞതാ. പിന്നെ നിവരാൻ പറ്റിയില്ല. ഹല്ലേലൂയ. പിന്നെ നിവരാൻ പറ്റിയില്ല. ഞാനിവിടെ ഓടി ചെന്നു.
അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ നിന്ന് റൂമിൽ കൊണ്ടുവന്നപ്പോഴേക്ക് ഞാൻ അവിടെ എത്തി. ഡോക്ടർ പറഞ്ഞു, അനങ്ങരുത്, ശരീരത്തിന് ഷെയ്ക്ക് ഉണ്ടാകരുത്, ഏകദേശം ഒരാഴ്ച ഈ കിടക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആ 7 ദിവസവും കൂടെ നിന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് കൃപ നൽകി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ കരം പിടിച്ചിട്ട് സാബു മുഖത്തേക്ക് നോക്കി കരയുവാൻ തുടങ്ങി. ഹല്ലേലൂയ. കണ്ണുനീരിൽ നിന്ന് ധാരയായി കണ്ണുനീർ ഒഴുകുകയാ. പറയുകയാണ്, എനിക്കൊന്നിരിക്കാൻ കഴിഞ്ഞിട്ട് വേണം ദൈവസന്നിധിയിൽ 3 ദിവസമെങ്കിലും ഒന്ന് ഉപവസിക്കുവാൻ. ഹല്ലേലൂയ. സ്തുതിക്കാത്തവരോട്, ഉപവസിക്കാത്തവരോട്, ആരാധിക്കേണ്ടപ്പോൾ ആരാധിക്കാത്തവരോട്, ബലം പിടിച്ചിരിക്കുന്നവരോട് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് അവസ്ഥയല്ല, ദൈവിക വ്യവസ്ഥകൾക്കനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരാകുകയാണ്. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. സ്തുതിപ്പിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് ഈ സംഗീതത്തിൽ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ആ യെരിഹോ കോട്ട പിടിച്ചടക്കുവാൻ വേണ്ടി അവർ കടന്നു പോകുമ്പോൾ അവരുടെ ആയുധം എന്തായിരുന്നു? ദൈവത്തെ സ്തുതിക്കുന്ന നാവുകൾ. ഇന്ന് പകൽക്കാലം നാം എന്തിനാ ഇവിടെ കൂടിയിരിക്കുന്നത്? ഈ പട്ടണത്തെ കർത്താവിന് വേണ്ടി നേടുവാൻ, ഇവിടെ വലിയൊരു ഉണർവ് പകരപ്പെടുവാൻ, ഇവിടത്തെ സഭകൾ ഒന്നാകുവാൻ, ഇവിടത്തെ വിശുദ്ധ ജനങ്ങൾ ഒരു മനസ്സോടെ കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പോരാടുവാനായി വീട്ടികരിച്ചിരിക്കുന്നത്. അതിന്റെ ആരംഭം എവിടെയാണ്? എന്റെയും നിങ്ങളുടെയും നാവിൽ ദൈവം പകർന്നിരിക്കുന്ന സ്തുതിയാണ്. കോട്ടകൾ തകരുവാൻ സ്തുതിയാണ് ആവശ്യം. ബന്ധനങ്ങൾ അറിയപ്പെടുവാൻ നാം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുന്ന യഹൂദ സ്തുതി എന്നാണ്. പഴയ നിയമം ചില ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ വായിക്കുവാൻ സമയമെടുക്കുന്നില്ല. യഹൂദ മുൻപേ പോകട്ടെ. സ്തുതിയാകണം ഏറ്റവും മുൻപിൽ നിൽക്കേണ്ടത്, ആരാധനയാകണം ഏറ്റവും മുൻപിൽ നിൽക്കേണ്ടത്. നിർത്തുകയാണ്. കാരാഗൃഹത്തിൽ കിടക്കുന്ന ദൈവദാസന്മാർ കൈകളും കാലുകളും അവരുടെ ബന്ധിക്കപ്പെട്ടവരാണെങ്കിലും അവരുടെ അകത്തെ തുടിപ്പ, അവരുടെ നാവുകളെ ബന്ധിക്കാഞ്ഞത് കൊണ്ട് അത് സ്തുതിയായി, ആരാധനയായി പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങിയപ്പോ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുവാനിടയായി. ദൈവശക്തിയുടെ വ്യാപാരം അവിടേക്ക് ഇറങ്ങി വരുവാനിടയായി. ഞാൻ പറയട്ടെ, ഈ പട്ടണത്തിന്റെ അടിസ്ഥാനം എന്റെയും നിങ്ങളെയും സ്തുതിയിന്മേൽ കുലുങ്ങണം, ഇറങ്ങി മാറണം. ഹല്ലേലൂയ. ഇറങ്ങി മാറണം. ഹല്ലേലൂയ. ഇവിടെ ദൈവിക ആരാധനയ്ക്ക് ഒരു വിടുതലുണ്ടാകണം. 180-ാമത്തെ സങ്കീർത്തനം മുഴുവനും യഹോവയെ സ്തുതിപ്പിനെന്ന് പറഞ്ഞു. അതിന്റെ അവസാന വാക്യം ഒന്ന് വായിക്കാം. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ഒന്ന് നമ്മുടെ നെഞ്ചത്ത് കൈയെഴുത്ത് പറഞ്ഞ് എനിക്ക് ജീവനുണ്ടോ ഇല്ലയോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് ജീവനുണ്ടെന്ന തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ജീവൻ